എടയാർ വ്യവസായ മേഖലയിൽ കമ്പനിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. ഒഡീഷ സ്വദേശിയാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. രാത്രി 11 മണിയോടെയാണ് സംഭവം. മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. മിനി ബോയിലർ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അപകടം നടന്ന സമയത്ത് ഫാക്ടറിയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേരും ഒഡീഷ സ്വദേശികളാണ്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. അതേസമയം പൊട്ടിത്തെറിയുണ്ടായ സ്ഥാപനത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സ്ഥാപനം പ്രവർത്തിക്കുന്നത് മാനദണ്ഡം പാലിക്കാതെയാണെന്നും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നിങ്ങളിപ്പോൾ നോക്ക്, ഇവിടെ ഈ മിനി ബോയിലേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തൊഴിലാളികളുടെ ബാത്റൂം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ അക്കോമഡേഷൻ കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഇത് തന്നെ. ഇവിടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു വാൽവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിരവധി കമ്പനികളാണ് ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത്. ഒരുപാട് വൻ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ മറ്റു 3 പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി.